ഹായ് നമസ്കാരം. ഊരിപ്പിടിച്ച വടിവാളിന്റെയും കുന്തങ്ങളുടെയും നടുവിലൂടെ നടന്ന സിറിഞ്ച് കണ്ട് പേടിച്ച് കരഞ്ഞ് നിലവിളിച്ച് എന്ന് പറഞ്ഞ പോലെയാണ് 10 വർഷം നാട് ഭരിച്ച് കാടിളക്കി പഞ്ചായത്ത് ഇലക്ഷനെ നേരിട്ട പാർട്ടിക്ക് ഒരു പാരഡി ഗാനം കേട്ടപ്പോൾ പായവും പുറയിലും ഉണ്ടായത്. ഇതിങ്ങനെ 3 മാസം തുടർന്ന നമ്മൾ അടപടലം കണ്ണൂരിൽ പോയി വീണ്ടും പാർട്ടി ക്ലാസ് തുടങ്ങേണ്ട ഗതികേടിലാവുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ പോലെയായി. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് വരെ ഇതിന്റെ ഈണം അറിയാം. മതഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ ഈ ഗാനം തങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ഒരു പാരഡി ഗാനമായിട്ട് എഴുതിയാണെങ്കിലും ശബരിമലയെ കൊള്ള അനുസ്മരിപ്പിച്ച് ഐഭക്തിഗാനത്തിന്റെ ഈണത്തിന് എഴുതിയതാണ്. ഇതിങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് കേട്ട ശബരിമല സ്വർണ്ണക്കൊള്ള മനുഷ്യരുടെ മനസ്സിൽ മായാതെ നിൽക്കും. ആ ഓർമ്മ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം 4 മാസം കഴിഞ്ഞ് പ്രതിഫലിക്കും. ആ ക്ഷീണം ചെറുതല്ല പാർട്ടിക്കുണ്ടാക്കുന്നത്. അത് ഭയന്ന് പാർട്ടിക്കാരാകെ ഞെട്ടലിലാണ്. എൻ്റെ ഒരു DYFI സ്നേഹിതൻ പറഞ്ഞത്, ഈ പാട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കും കാലം ശബരിമല സ്വർണ്ണക്കൊള്ളയും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും. അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ഇതുതന്നെയാണ് BJPയും കോൺഗ്രസും ആഗ്രഹിച്ചത്. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് 5 മാസം ഏകദേശമായി. 250 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ഒരു സമയത്ത് ഇത് തുറന്നുകൊണ്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ലാതെ നിർദ്ദേശിച്ചാണ് 1 മാസം നിർദ്ദേശിച്ചത്. എന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും തുടങ്ങിയത്. ഇതുപോലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും സാംസ്കാരിക നിരീക്ഷണങ്ങളും ഒക്കെയും കേൾക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.